മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് 8ാം ക്ലാസ്സിലെ മലയാളം ഫസ്റ്റിലുള്ള വളരെ പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളിൽ ഒന്നാണ് അതായത് പെരുന്തച്ചൻ എന്ന് പറയുന്ന കാവ്യഭാഗം അല്ലെ. അപ്പൊ ജി ശങ്കരക്കുറുപ്പിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കവിതയാണ് പെരുന്തച്ചൻ. അപ്പോൾ കേരളീയർക്ക് വളരെ പരിചയമുള്ള ഒരു പുരാവൃത്തമാണ്. പറയിപ്പറ്റ പന്തിരുകുലത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവ അല്ലെങ്കിൽ എന്താ പറയാ പുരാണ കഥയെ ഐതിഹ്യത്തെ ഒക്കെ ആസ്പദമാക്കിയെന്ന് നമുക്ക് പറയാം. അപ്പോൾ എന്താണ് പെരുന്തച്ചൻ, ആരാണ് പെരുന്തച്ചൻ, എന്താണ് ഈ കഥ എന്നൊക്കെയാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പൊ ജി ശങ്കരക്കുറുപ്പാണ് മലയാളത്തിലെ ഒരു ഉപന്യാസകാരൻ, കവി, സർവകലാശാല അധ്യാപകൻ, ജ്ഞാനപീഠ പുരസ്കാരം നേടുന്ന ആദ്യ മലയാള സാഹിത്യകാരൻ. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള കവിയാണ് ജി ശങ്കരക്കുറുപ്പ്. ഒരുപാട് കവിതകൾ മലയാള സാഹിത്യത്തിന് സംഭാവന ചെയ്തിട്ടുള്ള എഴുത്തുകാരൻ കൂടിയാണ് ജി ശങ്കരക്കുറുപ്പ്. അപ്പൊ ഇവിടെ പറയിപ്പറ്റ പന്തിരുകുലത്തിലെ തച്ചുശാസ്ത്ര വിദഗ്ധനായിട്ടുള്ള പെരുന്തച്ചനെ പറ്റിയുള്ള ഒരു ഐതിഹ്യ കൃതി അല്ലെങ്കിൽ ഐതിഹ്യത്തെ ആസ്പദമാക്കിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഒരു പാഠഭാഗം അല്ലെ. പെരുന്തച്ചനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ. ഭയങ്കരമായിട്ട് അല്ലെ തച്ചുശാസ്ത്ര വിദഗ്ധനായിരുന്ന ഒരുപാട് കലാരൂപങ്ങൾ നിർമ്മിച്ചിട്ടുള്ള ഒരാളാണ് ആര്, സൃഷ്ടികൾ നിർമ്മിച്ചിട്ടുള്ള ആളാണ് ആര്, പെരുന്തച്ചൻ. അപ്പൊ പെരുന്തച്ചന്റെ കഥയെ ജീവിതത്തെ ആധാരമാക്കിയിട്ടുള്ള ഒരു ഐതിഹ്യമാണ് നമ്മുടെ ഇവിടെ എന്താണ് പുത്രനഷ്ടത്തിൽ ദുഃഖിതനായിരിക്കുന്ന പെരുന്തച്ചന്റെ ആത്മവിചാരണയാണ് പാഠഭാഗം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ പെരുന്തച്ചന്റെ മകൻ അല്ലെ, പെരുന്തച്ചന്റെ മകൻ പെരുന്തച്ചനേക്കാൾ മഹാനായിട്ടുള്ള അല്ലെങ്കിൽ പെരുന്തച്ചനേക്കാൾ കഴിവുകളോട് കൂടിയിട്ടുള്ള ഒരു മകനായിട്ട് അല്ലെ തച്ചുശാസ്ത്ര വിദഗ്ധനായിട്ട് മാറുകയാണ്. അപ്പോ പെരുന്തച്ചന് മകനോട് അസൂയ മൂത്തിട്ട് പെരുന്തച്ചൻ മകനെ കൊന്നു കളഞ്ഞതാണ് എന്നാണ് നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് അല്ലെ. അപ്പൊ അതിന്റെ നേരെ അല്ലെ മറ്റൊരു വിപരീതമായിട്ടുള്ള മുഖത്തെ അല്ലെങ്കിൽ ആ പുരാവൃത്തത്തെ പുനരാഖ്യാനം ചെയ്യുന്ന പോലെ അല്ലെ പുനർവിചിന്തനം ചെയ്യുന്നത് പോലെയാണ് എന്ത് ചെയ്തിരിക്കുന്നത് നമ്മുടെ കവിത എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഈ ഒരിക്കൽ അല്ലെ ജോലി ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് തന്റെ കയ്യിൽ നിന്നുള്ള ഉളി താഴേക്ക് വീണ് ശിരസറ്റുപോയ മകന്റെ ശരീരം പെടയുന്നത് കണ്ട് അല്ലെ ഗോവണിപ്പടിയുടെ മേലിന്ന് താഴേക്ക് വീണ് എന്ത് ചെയ്യാണ് ആ കിടക്കുകയാണ് ആര്, പെരുന്തച്ചൻ അല്ലെ. അപ്പൊ ആ പടുവൃദ്ധൻ അല്ലെ ഒരുപാട് വർഷക്കാലം അദ്ദേഹം ആ കിടപ്പിൽ കിടക്കുകയാണ്. മനോവേദനയുണ്ട്, ദുഃഖമുണ്ട്, ആളുകളുടെ കുത്തുവാക്കുകളുണ്ട്, ആളുകളൊക്കെ അല്ലെ മകനോടുള്ള അസൂയ കൊണ്ട് മകനെ കൊന്നതാണ്, മകന്റെ കൊലപാതകിയാക്കുകയാണ് തന്നെയായിട്ട്. അപ്പൊ ആ ഒരു വേദനയിൽ അല്ലെ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ് ആത്മവിചാരണ അല്ലെ ആ ഒരു കിടപ്പില് ഇതൊക്കെ ആലോചിക്കുന്ന ആത്മവിചാരണ ചെയ്യുന്ന പെരുന്തച്ചനെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഐതിഹ്യ പെരുമയിലൂടെ മലയാളി മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ കഥാപാത്രമാണ് പെരുന്തച്ചൻ അല്ലെ. പറയിവെച്ച പന്തിരുകുലത്തിന്റെ കഥയ്ക്ക് അത്രയും പ്രചാരമുണ്ട് അല്ലെ. ഒരുപാട് കഥകൾ അതിനകത്തുണ്ട്. വിവിധ സാഹിത്യ രൂപങ്ങളിലൂടെ മലയാളത്തിൽ കഥയായിട്ടും കവിതയായും തിരക്കഥയായും നാടകമായിട്ടും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് പെരുന്തച്ചൻ കടന്നു വന്നിട്ടുണ്ട് അല്ലെ. പല സാഹിത്യ വിഭാഗങ്ങളിൽ എന്ത് ചെയ്തു പെരുന്തച്ചൻ എന്ന് പറയുന്ന കഥാപാത്രം വന്നിട്ടുണ്ട് അല്ലെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആരുടേത്, ജി ശങ്കരക്കുറുപ്പിന്റെ പെരുന്തച്ചൻ എന്ന് പറയുന്ന കവിതാഭാഗം. അപ്പൊ കവിതയുടെ ഇതിവൃത്തം ഓൾറെഡി ടീച്ചർ പറഞ്ഞു. അപ്പൊ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. മകന്റെ മരണസമയത്തുണ്ടായിട്ടുള്ള വീഴ്ച അല്ലെ, ആ ഉളി വീണ് മകന്റെ ശരീരം ഇങ്ങനെ പിടയ്ക്കുന്നത് കണ്ട ആ ഒരു ഞെട്ടലില്ലേ, അറിയാതെ കൈതെറ്റി വീഴാണ്. ഒരു മകനെയും ഒരച്ഛനും അങ്ങനെ കൊല്ലില്ല എന്നുള്ളതാണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യുന്നു, ഉളി കയ്യിൽ നിന്ന് വീണ് മകൻ മരിച്ചു പെടയുന്ന അത് കണ്ട സമയത്ത് ഗോമണിപ്പടിയുടെ മുകളിൽ നിന്ന് ആരും താഴേക്ക് വീഴാണ്, പെരുന്തച്ചനും വീഴാണ് കേട്ടോ. അപ്പൊ താൻ നടന്നു വന്ന വഴികളിലേക്ക് അല്ലെ അദ്ദേഹം അല്ലെ പെരുന്തച്ചൻ എന്ത് ചെയ്യാണ് തിരിഞ്ഞു നോക്കുകയാണ്. അദ്ദേഹം താൻ നടന്നു വന്ന വഴികളിലേക്ക്, അതായത് ജീവിതത്തിന്റെ നല്ല കാലത്തിലേക്ക് അദ്ദേഹം ആ വാർദ്ധക്യമായിട്ടുള്ള അവസ്ഥയിൽ കിടന്നിട്ടില്ലേ, നിരാലംബനായി കിടന്നിട്ട് ആലോചിക്കുകയാണ്. പാശ്ചാത്യ വീക്ഷണ സമ്പ്രദായത്തിൽ എഴുതപ്പെട്ടതാണ് പെരുന്തച്ചൻ എന്ന് പറയുന്ന കവിത. നാടകീയ സ്വഗതാഖ്യാനം, നാടകീയമായിട്ടുള്ള ഒരു ആഖ്യാനം എന്നുള്ള രീതിയിലുള്ള ഒരു അത്തരത്തിലാണ് ഈ കവിത എഴുതപ്പെട്ടത്. ആ രചനാ സങ്കേതമാണ് നമ്മളുടെ കവിതയിൽ അല്ലെ എഴുതി കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ് പറയുന്നത് അല്ലെ. മരത്തിന്റെ പൊത്തുപോലെയുള്ള തന്റെ ചെറിയ വീട്ടിൽ ചുരുണ്ട് കിടക്കുന്ന പെരുന്തച്ചനെ കാണിച്ചുകൊണ്ടാണ് കവിത തുടങ്ങുന്നത് അല്ലെ. തച്ചന്മാര് മരത്തിലാണ് എന്ത് ചെയ്ത് തങ്ങളുടെ കലാസൃഷ്ടികൾ കൊത്തി ഉണ്ടാക്കുന്നത് അല്ലെ. അപ്പൊ ഈ മരത്തിന്റെ പൊത്തിനോട് അല്ലെ ആഭിമുഖ്യം എത്രമാത്രം അല്ലെ, മരത്തിനോടുള്ള ആ ആഭിമുഖ്യത്തെയാണ് മരത്തിന്റെ പൊത്ത് എന്ന് പറയുന്ന പ്രയോഗത്തിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ മരപ്പൊത്തുകൾ പക്ഷികൾക്കും മറ്റും വാസസ്ഥാനമാണ്. മരത്തെ ആശ്രയിച്ച് ജീവിതം നയിക്കുന്ന തച്ചന് തന്റെ വീട് ഒരു പൊത്തായി സങ്കല്പിക്കാൻ കഴിയുമെന്ന് മറ്റുള്ളവർക്ക് മാളികകൾ പണിയുന്ന തച്ചൻ തന്റെ മാടത്തിൽ പൊത്തിലാണ് താമസിക്കുന്നത് എന്ന സൂചനയും പൊത്ത് എന്ന പ്രയോഗത്തിൽ നമുക്ക് കാണാം അല്ലെ. അപ്പൊ അങ്ങനെയാണ് കവിത തുടങ്ങുന്നത്. തന്റെ മകൻ ഉണ്ടായിരുന്നെങ്കിൽ ആ കൈ തന്നെ താങ്ങുമായിരുന്നു എന്ന് പെരുന്തച്ചൻ ഓർക്കുകയാണ് അല്ലെ. അതോർത്ത് പെരുന്തച്ചൻ എന്ത് ചെയ്യാണ് വിതുമ്പാൻ തുടങ്ങുകയാണ്. അപ്പൊ അത്രയും പ്രായമായി, ആരും സഹായത്തിനില്ല അല്ലെ.
അപ്പൊ മകൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പെരുന്തച്ഛൻ വിതുമ്പുന്നതാണ് അല്ലെ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ കാണുന്നത്. പിന്നീട് അദ്ദേഹം താനും മകനും തമ്മിൽ പിണങ്ങാനുള്ള കാരണത്തെ കുറിച്ച് ആലോചിക്കുകയാണ് അല്ലെ. എന്തിനായിരുന്നു മകനോട് പിണങ്ങിയത് എന്ന് ആലോചിക്കുകയാണ്. കോവിലിലെ കൊടിമരത്തിൽ മകൻ കൊത്തിവെച്ച് പറന്നിരിക്കുന്നത് പോലെയുള്ള ഗരുഡ വിഗ്രഹത്തിൽ ചിറകിപ്പോഴും ചലിക്കുന്നതായി തോന്നും അല്ലെ. താൻ അതിൽ അസൂയാലുവായി എന്നത്രേ നാട്ടുകാരുടെ ഉപക്ഷം. നാട്ടുകാർ പറയുകയാണെന്ത്, ആ ഗരുഡൻ അല്ലെ അത്ര മനോഹരമായിട്ട് പറക്കുന്നത് പോലെ ഫീൽ ചെയ്യാണ്. അപ്പൊ അതിനെ അത്രയും മനോഹരമായിട്ട് ചെയ്തത് കൊണ്ടല്ലേ അല്ലെ തന്നെക്കാൾ കഴിവോടുകൂടിയ മകൻ എന്നുള്ള പെരുന്തച്ഛന്റെ അസൂയാണ് ഈ കടുങ്കൈ ചെയ്യിപ്പിച്ചത് എന്നാണ് നാട്ടുകാർ പറയുന്നത് അല്ലെ. തന്റെ മകനെ നാട്ടുകാർ പുകഴ്ത്തുമ്പോൾ തനിക്ക് അഭിമാനമല്ലാതെ മറ്റെന്ത് തോന്നാം അല്ലെ. കവിതയിലെ പെരുന്തച്ഛൻ എന്ത് ചെയ്യാണ്, സ്വയം ചിന്തിക്കുകയാണ്. മറ്റുള്ള ആളുകൾ തന്റെ കുഞ്ഞിനെ കുറിച്ച് പുകഴ്ത്തുന്ന സമയത്ത് അഭിമാനമല്ലാതെ മറ്റെന്താണ് ഒരു അച്ഛന് തോന്നുക അല്ലെ. എന്നാൽ 1000 മണിയുടെ നാവ് പൊത്താൻ കഴിയും അല്ലെ. 1000 മണി പൊത്തിപ്പിടിക്കാൻ നമുക്ക് പറ്റും അല്ലെ ശബ്ദം. പക്ഷേ ഒരു വായിലെ നാവ് പൊത്താൻ ആർക്കും കഴിയില്ല അല്ലെ. ഇങ്ങനെ ദുർപ്രചരണം നടത്തുന്ന, വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞു പരത്തുന്ന ആളുകളുടെ വായ പൊത്താൻ ഒരിക്കലും സാധിക്കില്ല. അവരെന്നും പറഞ്ഞുകൊണ്ടേയിരിക്കും അല്ലെ. അപവാദ പ്രചരണം നടത്തുന്നവർ അത് തുടരുക തന്നെ ചെയ്യും. അത് തടയാൻ ആർക്കും ആവില്ല എന്ന് പെരുന്തച്ഛൻ പറയാണ്. തുടർന്ന് അച്ഛനെയും മകനെയും രണ്ടറ്റത്താക്കിയ കഥകൾ പെരുന്തച്ഛൻ ഓർക്കുകയാണ്. പാലത്തിൽ ആൾക്കാരുടെ നേരെ വെള്ളം തുപ്പുന്ന പാവയെ പെരുന്തച്ഛൻ ഘടിപ്പിച്ചു. ഓക്കെ, അതായത് പുതിയൊരു കലാസൃഷ്ടിയാണ്. അപ്പൊ അന്നേയുള്ള ആളുകൾക്ക് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതമാണ് അല്ലെ. അപ്പൊ പാവ നടക്കുന്ന പാവയാണ്, അതിങ്ങനെ ആളുകളുടെ മേലെ എന്ത് ചെയ്യും, വെള്ളം തുപ്പും. അപ്പൊ അത് കണ്ട മകൻ എന്ത് ചെയ്തു, തുപ്പുന്ന പാവയുടെ ചെകുട്ടത്തടിക്കുന്ന മറ്റൊരു പാവയെ മറ്റുള്ള ആളുകൾ കാണുന്ന രീതിയിൽ മറുവശത്ത് സ്ഥാപിച്ചു അല്ലെ. ആ തുപ്പുന്ന പാവയുടെ ചെകിട്ടത്തടിക്കുന്ന രീതിയിലുള്ളൊരു പാവയും കൂടെ നിർമ്മിച്ചു. അപ്പോ ഇത് അച്ഛനുണ്ടാക്കിയ പാവയാണ്. അച്ഛനുണ്ടാക്കിയ പാവയുടെ മുഖത്തടിക്കാന്ന് പറയുമ്പോൾ അച്ഛന്റെ മുഖത്തടിക്കാൻ തന്നെയാണ് അല്ലെ. അപ്പൊ തന്റെ ചെകിട്ടത്താണ് കൊണ്ടതെന്ന് തച്ചൻ ചിന്തിച്ചു അല്ലെ. ഒരിക്കലും ആകാശത്ത് തിങ്കളിന് 2 സൂര്യനും ചന്ദ്രനും ഒന്നും എന്താണ് ആകാശത്തിടമില്ല. ഭാര്യയായ നാനി കരഞ്ഞു നിൽക്കുന്നു. മകൻ വീട് വിട്ടിറങ്ങിപ്പോയി. മിന്നീരിറങ്ങുന്നത് പോലെ തച്ചന്റെ മനം നേരി. അദ്ദേഹം ഒരൊറ്റ അക്ഷരം ഉരിയാടിയില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് കോവിലിലെ ആനപ്പന്തൽ പുതുക്കി പണിയാൻ തീരുമാനിച്ചത്. പണി പെരുന്തച്ഛന് തന്നെ, എന്നാൽ മകനുമായി ആലോചിച്ച് പന്തൽ ഭംഗിയാക്കണമെന്ന് എന്ത് ചെയ്യുന്നു, ഇതിന്റെ സംഘാടകരൊക്കെ വന്നപ്പോ പറയാണ്, തമ്പുരാൻ കൽപ്പിക്കുകയാണ്. അവിടെ നിന്ന് പോരുവാൻ തച്ചന് തോന്നിയില്ലേ. കാരണം ജീവിതത്തിൽ ഇന്ന് വരെ തന്നോട് ആരും മറ്റൊരാളോട് ആലോചിക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ അതൊക്കെ പെരുന്തച്ഛന്റെ ഉള്ളില് അസൂയ ഉണ്ടാക്കിയതാണ് എന്നാണ് ആളുകൾ കരുതുന്നത് കേട്ടോ. പെരുന്തച്ഛന്റെ ജീവിത കഥയിലുള്ള വഴിത്തിരിവിടുന്നാണ് തുടങ്ങുന്നത്. അച്ഛൻ മോന്തായം കയറ്റിക്കൊള്ളൂ എന്ന് മകൻ നിർദ്ദേശിച്ചു. മകന്റെ വാക്കുകൾ അച്ഛനെ തെല്ലൊന്ന് ഉലച്ചു അല്ലെ. മോൻ അനുവദിച്ചിട്ട് വേണോ മോളിൽ മോന്തായം കയറ്റാൻ എന്നായി തച്ചന്റെ ചിന്ത. അയാളുടെ അന്തരംഗത്തിൽ ഈർഷ്യ ഉയർന്നു താഴെ ചന്ദനപ്പലകമേൽ മകൻ മഹാലക്ഷ്മിയുടെ കയ്യിലെ കളിത്താമര കൊത്തുകയാണ്. നേരെ മുകളിൽ അച്ഛൻ മോന്തായത്തിനുള്ള ആണി ചെയ്യുകയാണ് അല്ലെ. അപ്പൊ മേലെ ഇരുന്നിട്ട് അച്ഛൻ എന്ത് ചെയ്യാണ്, മേലത്തെ പണികളാണ് ചെയ്യുന്നത്. മകൻ താഴെ ഇരിക്കുകയാണ് അല്ലെ. അപ്പൊ മരങ്ങൾ കൊത്തി ഇതുണ്ടാക്കുകയാണ് അല്ലെ. അപ്പൊ അത്രയും മൂർച്ചയുള്ള ഉളിയായിരിക്കും നമ്മൾ ആലോചിക്കണം കേട്ടോ. അപ്പൊ മകൻ താഴെ ഇരിക്കുന്നുണ്ട്. എന്തോ ചിന്തിച്ചുറച്ചതുപോലെ വിധി അച്ഛന്റെ മുകളിലും മകനെ താഴത്തും കൃത്യമായി കൊണ്ടുചെന്നിരുത്തി. തച്ചന്റെ കൈയറിയാതെ ഉളി ഊർന്ന് താഴേക്ക് പതിച്ചു. മകന്റെ മേൽ അത് പോയി വീഴല്ലേ എന്ന് തച്ചൻ പ്രാർത്ഥിച്ച് തീരുന്നതിന് മുൻപ് എന്ത് സംഭവിച്ചു, കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഉളി കഴുത്തിൽ പതിച്ചു അല്ലെ. കഴുത്തറ്റ മകൻ മണ്ണിൽ വീണ് പിടഞ്ഞു. തന്റെ കയ്യിൽ നിന്ന് ഊർന്നു വീണ ഉളി പതിച്ച് തലയറ്റുപോയ മകന്റെ ഉടല് കണ്ട് മോന്തായത്തിൽ നിന്നിറങ്ങുന്ന പടികളിൽ കാലുറയ്ക്കാതെ താഴെ വീണുപോയി പെരുന്തച്ഛല്ലേ. അപ്പൊ പെരുന്തച്ഛന്റെ കയ്യിൽ നിന്ന് ഊർന്നു വീഴുന്നതാണ് അല്ലെ. ഒരു നിമിഷമൊക്കെ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യുന്നു, വീഴല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് കഴുത്തറ്റു അല്ലെ. അപ്പൊ മോന്തായത്തിന്റെ മേലെ താഴേക്ക് ഇറങ്ങണം. മേലെയാണ് ജോലി ചെയ്യുന്നത്. അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് കാലെന്ത് ചെയ്യുന്നു, ഗോവണിപ്പടി സ്ലിപ്പായിട്ട് താഴേക്ക് വീഴുന്നു അല്ലെ. കാലമേറെ ചെന്നിട്ടും തന്നെ അലട്ടുന്ന ആ സ്മരണകൾ ഇരുമ്പി മറയുന്ന മനസ്സുമായി തളർന്നു കിടക്കുന്ന അല്ലെ വൃദ്ധരായിട്ടുള്ള പെരുന്തച്ഛന്റെ ആത്മഭാഷണമായിട്ടാണ് കവിതയിൽ വരുന്നത് കേട്ടോ. പെരുന്തച്ഛൻ മനസ്സിന്റെ ഓരോ മുക്കിലും മൂലയിലും അതായത് ജി ശങ്കരക്കുറുപ്പ് എന്നാണ് വളരെ സൂക്ഷ്മമായിട്ട് അല്ലെ പെരുന്തച്ഛന്റെ മനസ്സിലുള്ള ഓരോ കാര്യങ്ങളും ഇങ്ങനെ എടുത്ത് പറയുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. അപ്പൊ അത്രമേൽ മനോഹരമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ കവിതാഭാഗം, പെരുന്തച്ഛൻ എന്ന് പറയുന്ന കവിത എഴുതിയിരിക്കുന്നത്. പെരുന്തച്ഛന്റെ പറയിപ്പറ്റ പന്തിരുകുലത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഐതിഹ്യമാണ് പെരുന്തച്ഛനെ കുറിച്ചുള്ളത്. പെരുന്തച്ഛനും മകനും അല്ലെ അസൂയ കൊണ്ടാണോ മകനെ കൊല്ലുന്നത് അല്ലെ, എന്തൊക്കെയാണ് ഈ പാഠഭാഗത്തിൽ സംഭവിക്കുന്നത്, ഒരുപാട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഈ പാഠഭാഗത്ത് നിന്ന് നമുക്ക് പരീക്ഷയ്ക്ക് വരാറുണ്ട്. അപ്പൊ പാഠഭാഗം എന്താന്ന് മനസ്സിലായല്ലോ അല്ലെ. കവിതയായതുകൊണ്ട് എല്ലാ അനോട്ട് അല്ലെ 4 വരികൾ എന്ത് ചെയ്യണം, പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കണം. ഉറപ്പായിട്ടും കവിതയിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ എന്താണ് പാഠഭാഗം എന്ന് ടീച്ചർ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നതാണ്. ക്ലിയർ ആയോ നിങ്ങൾക്ക്?
ക്ലിയർ ആയെങ്കിൽ മക്കൾ കമന്റ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി ഏത് പാഠഭാഗമാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് മക്കൾ കമന്റ് ചെയ്യുക കൂടെ വേണം കേട്ടോ. അടിപൊളിയായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്.